കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് തരുന്നതും അതുപോലെ തന്നെ നമ്മുടെ കുമരകത്ത് സ്പെഷ്യലായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതും അതൊക്കെ നല്ലൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്രഷ് ഫിഷും ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കുമരകം ആലപ്പുഴ ആ സൈഡിലൊക്കെ വരുമ്പോൾ ഫിഷുകളാണല്ലോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. ഞങ്ങൾ 2 ദിവസമാണ് കുമരകത്ത് സ്റ്റേ ചെയ്തത്. ആദ്യത്തെ ദിവസം റിസോർട്ടിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ ദിവസം ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പം നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. ഇത് ഒരു 2 ബെഡ്റൂം ഹൗസ് ബോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൂംസ് എല്ലാം സ്പേഷ്യസ് ആണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് പോകുന്നതും നമുക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് സ്പേഷ്യസ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതാണ് ലിവിങ് ഏരിയ. അവിടെയാണ് നമുക്ക് ഡൈനിങ് ടേബിളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഹൗസ് ബോട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം.
പറ്റി പറയുകയാണെങ്കിൽ അവിടെയും മെയിൻ താരം കരിമീൻ ഫ്രൈ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ട് എടുക്കുന്നതോട് കൂടിയിട്ട് നമുക്കൊരു മെനു ഉണ്ടാവും, അവരുടെ ചാർട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഡക്കൊക്കെ വേണമെങ്കിൽ പൊള്ളിച്ചതൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ പറയാം. അപ്പോൾ നമുക്ക് ഫുഡ് ഞങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് അധികം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഫുഡിലോട്ട് അധികം എക്സ്ട്രാ സ്പെഷ്യലായിട്ടുള്ള മെനു ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല. അവർ നോർമൽ മെനൂസ് തന്നെയാണ് വന്നത്. പക്ഷേ ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. സാമ്പാറും അവിയലും തോരനും അതേപോലെ പുളിശ്ശേരിയും കൈതച്ചക്ക കൊണ്ടുള്ള ഒരു പച്ചടിയും സാലഡും പപ്പടവും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. മത്തങ്ങ കൊണ്ടുള്ള നല്ലൊരു പായസം ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, സാമ്പാർ എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഒരു ആ ടേസ്റ്റിന് ഇച്ചിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓരോ കറിയിലും പ്രത്യേകം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് എത്ര ക്യാമറ എടുത്താലും നമുക്ക് നിർത്താൻ തോന്നില്ല. അത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റുകളും കാഴ്ചകളൊക്കെ നമുക്ക് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, വൺ ഡേ ട്രിപ്പ് എല്ലാം നമുക്ക് ഹൗസ് ബോട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിലൊക്കെ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുക. വെക്കേഷൻ സമയത്ത് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്, മിക്കവാറും വരുന്ന സ്ഥലമാണ്. എന്നാലും നമുക്ക് കൂടുതൽ വരണമെന്ന് ആഗ്രഹിക്കുന്നൊരു സ്ഥലം കൂടിയാണ് കുമരകം, ആലപ്പുഴ ആ സൈഡൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും 2 ദിവസം നന്നായിട്ട് അടിച്ചു പൊളിച്ചിരുന്നു, എല്ലാ കാഴ്ചകളും കണ്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കും അത് കാണിച്ചു തരണമെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.